ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷാണ്. അനീഷ് ലേണിംഗ് അസംബ്ലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ചെയ്യുമ്പോൾ അതിന് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഒരു കുഞ്ഞു മോനാണ്. അപ്പോൾ അവനും അതുപോലെ ഒരു സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ അതൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ക്ഷമ ചോദിക്കുന്നു. നമ്മളിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സിറ്റി LGSുമായി ബന്ധപ്പെട്ടതും അതുമാതിരി 10th മെയിൻസുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സും അതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സാണ്. മുമ്പിൽ നമ്മൾ വീഡിയോകൾ ചെയ്തതെല്ലാം കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ മൂലകങ്ങളും അവയുടെ വർഗ്ഗീകരണത്തിലെ രണ്ടാമത്തെ ടോപ്പിക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മൂലകങ്ങളും അവയുടെ വർഗ്ഗീകരണവും എന്നുള്ള ഭാഗത്തിൽ നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്നത് പീരിയോഡിക് ടേബിളിലെ ആദ്യത്തെ ഒരു 20 മൂലകങ്ങളുടെ പേരും അല്ലെങ്കിൽ അവയുടെ പ്രതീകവും അതുപോലെ തന്നെ അറ്റോമിക് നമ്പറുമാണ് പഠിക്കാൻ പോകുന്നത്. കാരണം PSC ഇങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പേര് തന്നിട്ട് അവയുടെ അറ്റോമിക് നമ്പർ ഏതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ തന്നിട്ട് ഇത് ഏത് മൂലകത്തിൻ്റെ അറ്റോമിക് നമ്പറാണെന്ന് ചോദിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ആദ്യത്തെ ഒരു 20 മൂലകങ്ങളെങ്കിലും പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ PSCയിൽ റിപ്പീറ്റായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് മൂലകങ്ങളുടെയും പ്രതീകങ്ങളും അവയുടെ അറ്റോമിക് നമ്പറുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമായി ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ്റെ പ്രതീകം H ആണ്. അറ്റോമിക് നമ്പർ 1 ആണ്. പീരിയോഡിക് ടേബിളിലെ ആദ്യത്തെ മൂലകം ഏതാണ്? ഹൈഡ്രജനാണ്. ഹീലിയം അറ്റോമിക് നമ്പർ 2 ഹീലിയമാണ് രണ്ടാമത്. ലിഥിയത്തിൻ്റെ Li എന്നുള്ളത് മൂന്നാമത്താണ്. അതുപോലെ ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ, നിയോൺ ഇതൊക്കെയാണ് ആദ്യത്തെ 10 മൂലകങ്ങൾ. 11ാമതായി സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ആർഗൺ, പൊട്ടാസ്യം, കാൽഷ്യം ഇങ്ങനെയാണ് നമ്മൾ 20 മൂലകങ്ങൾ വരുന്നത്. അപ്പോൾ ആറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പറഞ്ഞത് ഈ 20 എണ്ണം. പേരും പ്രതീകവും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല. അറ്റോമിക് നമ്പറോ കാര്യങ്ങളൊന്നും ഓർമ്മയിൽ നിൽക്കില്ല. അപ്പോൾ അത് നമുക്ക് ഒരു കോഡിലൂടെ പഠിക്കാവുന്നതാണ്. മുമ്പ് മുതലേ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കാം, എങ്കിലും അതൊന്ന് റിപ്പീറ്റായി പറയുന്നത് മാത്രം. ആദ്യത്തെ മൂലകം ഹൈഡ്രജനാണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ ആറ്റോമിക് നമ്പർ 1 ആണ് അല്ലേ. അപ്പോൾ നമുക്കത് അങ്ങനെ തന്നെ പഠിക്കാവുന്നതാണ്. ഹൈഡ്രജൻ 1 എന്നുള്ളത് അപ്പോൾ 1 എന്ന് പറയുമ്പോൾ എന്താണ് I എന്ന പോലെ വരില്ലേ. അങ്ങനെ ഹായ് എന്ന് നമുക്ക് പഠിക്കാം. H ഹൈഡ്രജനാണ്, 1 I എന്നുള്ള രീതിയിലും പഠിക്കാം. അപ്പോൾ ഹായ് എന്ന് പഠിക്കുന്നു. അടുത്തതായി ഹീലിയമാണ്. അപ്പോൾ ഹീലിയം നമുക്ക് പഠിക്കാൻ മുമ്പ് മുതലേ അറിയുന്നതാണ്. He എന്ന് പറയുമ്പോൾ ഹലോൻ്റെ ആ ഒരു ഷോർട്ട് ഫോം ആണല്ലേ. He എന്ന് പറയുന്ന ഹീ എന്നുള്ളത് അപ്പോൾ He2 ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഹലോ എന്ന് പഠിക്കാവുന്ന He2 എന്ന് വരുന്നത് ഹീലിയത്തിൻ്റെ രണ്ടാമത്തെ അറ്റോമിക് നമ്പർ He2. അപ്പോൾ ഹലോ എന്ന് നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തതായി ലിഥിയമാണ്. ലിഥിയത്തിൻ്റെ Li എന്നുള്ളത് 3. അപ്പോൾ ലിസൺ എന്ന് പഠിക്കാം. നമുക്ക് Li എന്നുള്ളത് നമുക്ക് ലിസൺ എന്ന് പഠിക്കാം. അപ്പം അറ്റോമിക് നമ്പർ 3. അറ്റോമിക് നമ്പർ എല്ലാം ഓർഡർ അനുസരിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഹൈഡ്രജൻ്റെ 1 ഹായ് എന്ന് പഠിക്കുന്നു. Heൻ്റെ ഹീലിയം അപ്പോൾ അതിൻ്റെ 2 അറ്റോമിക് നമ്പർ ഹലോ എന്ന് പഠിക്കുന്നു. മൂന്നാമത്തെ ലിഥിയത്തിൻ്റെ ലിസൺ എന്ന് പഠിക്കാവുന്നതാണ്. അതുപോലെ ബെറിലിയം ആണെങ്കിൽ B എന്ന് ഉള്ളതാണ്. അപ്പോൾ ബെറിലിയം B എന്ന് നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ ബോറോൺ B, കാർബൺ C ഇത് മൂന്നും ചേർത്ത് നമുക്ക് BBC എന്ന് പഠിക്കാവുന്നതാണ്. ബെറിലിയം, ബോറോൺ, കാർബൺ എന്നിവയെ മൂന്നും ചേർത്ത് ബെറിലിയത്തിൻ്റെ B, ബോറോണിൻ്റെ B, കാർബണിൻ്റെ C അപ്പോൾ അതെല്ലാം ചേർത്ത് എന്ത് ചെയ്യാം? BBC എന്ന് പഠിക്കാം. അടുത്തതായി നൈട്രജൻ്റെ ന്യൂസ് എന്ന് എടുക്കാം. നൈട്രജൻ എന്താണ്? ന്യൂസ് എന്ന് എടുക്കുക. N എന്നുള്ളത് ന്യൂസ് എന്ന് എടുക്കുന്നു. ഓക്സിജന് ഓൺ എന്ന് എടുക്കുന്നു. ഫ്ലോറിന് ഫ്രൈഡേ, നിയോണിന് നൈറ്റ് എന്ന് എടുക്കുന്നു. അപ്പോൾ എന്തായി? ന്യൂസ് ഓൺ ഫ്രൈഡേ നൈറ്റ്. ന്യൂസ് ഓൺ ഫ്രൈഡേ നൈറ്റ്. അപ്പോൾ ടോട്ടലായി നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ്? ഹൈഡ്രജൻ മൊത്തം നിയോൺ വരെ നോക്കുമ്പോൾ ഹായ് ഹലോ ലിസൺ BBC ന്യൂസ് ഓൺ ഫ്രൈഡേ നൈറ്റ് എന്നാണ്. ഹായ് ഹലോ ലിസൺ BBC ന്യൂസ് ഓൺ ഫ്രൈഡേ നൈറ്റ്. അപ്പോൾ ഇതുവരെയുള്ള 10 മൂലകങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ, നിയോൺ എന്നുള്ള അതിൻ്റെ കോഡ് ഹായ് ഹലോ ലിസൺ BBC ന്യൂസ് ഓൺ ഫ്രൈഡേ നൈറ്റ്. അടുത്തതായി സോഡിയം ആറ്റോമിക് നമ്പർ 11 മഗ്നീഷ്യം 12, അലുമിനിയം 13, സിലിക്കൺ 14, ഫോസ്ഫറസ് 15, സൾഫർ 16, ക്ലോറിൻ 17, ആർഗൺ 18, പൊട്ടാസ്യം 19, കാൽഷ്യം 20. ഇത് പഠിക്കാനുള്ള കോഡ് 11ാമത്തെ സോമൻ. മനസ്സിലായോ? 11ാമത്തെ സോമൻ എന്ന് പറയുമ്പോൾ സോഡിയത്തിലെ സോയം, മഗ്നീഷ്യത്തിലെ മണ്ണ് എടുക്കുന്നു. അപ്പോൾ 11ാമത്തെ സോമൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന അറിയാൻ വേണ്ടിയിട്ടാണ് 11ാമത്തേന്ന് ചേർത്തത്. 11ാമത്തെ സോമൻ. അലുമിനിയത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ALാണ് പ്രതീകം. അപ്പോൾ അല്ലു എന്ന് എടുക്കുന്നു. അപ്പോൾ അലുമിനിയത്തിൻ്റെ അല്ലു എന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അല്ലു എന്നായില്ല. അപ്പോൾ 11ാമത്തെ സോമൻ അല്ലു എന്ത് ചെയ്തു? സിലിക്കൻ്റെ SI ആണ്. അപ്പോൾ സിങ്ങിൻ്റെ എന്ന് എടുക്കുന്നു. അല്ലു സിങ്ങിൻ്റെ ഫോസ്ഫറസ് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൽ ഫോ എന്ന് എടുക്കുന്നു. സൾഫറിൽ സിൽ എന്ന് എടുക്കുന്നു. അപ്പോൾ ഫോസിൽ
11ാമത്തെ സോമൻ അല്ലു സിംഗിൻ്റെ ഫോസിൽ ക്ലോറിൻ തന്നെ എടുക്കുന്നു. അപ്പോൾ ക്ലോറിനെ നാക്കുന്നു, ക്ലോറിൻ എന്നുള്ളത് ക്ലോറിനെ നാക്കുന്നു. ആർഗണിനെ ആറ് മാത്രം എടുക്കുന്നു. പൊട്ടാസ്യത്തിന് എന്ത് ചെയ്യുന്നു? പൊട്ടാക്കി എന്നുള്ളത്. പൊട്ടാക്കി എന്ന് പറയുന്നത് നമ്മൾ ഈ പൊട്ടിച്ച് കളയുന്നില്ല, പീസാക്കി കളയാന്ന് പറയുന്ന പോലെ. അപ്പോൾ പൊട്ടാക്കി എന്ന് പറയുന്നു. അപ്പോൾ പൊട്ടാസ്യത്തിനെ പൊട്ടാക്കി, അപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. പൊട്ടാസ്യം എന്ന് പൊട്ടാക്കി കളഞ്ഞു. കാൽഷ്യത്തിന് എന്ത് ചെയ്യുന്നു? കളഞ്ഞു എന്നാക്കുന്നു. കാൽഷ്യം കളഞ്ഞു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വരുന്നത്? കോഡ് വരുന്നത് ഇതിൻ്റെ 11ാമത്തെ സോമൻ അല്ലു സിംഗിൻ്റെ ഫോസിൽ ക്ലോറിനെ 6 പൊട്ടാക്കി കളഞ്ഞു. എന്താണ് കോഡ് വരുന്നത്? 11ാമത്തെ സോമൻ അല്ലു സിംഗിൻ്റെ ഫോസിൽ ക്ലോറിനെ 6 പൊട്ടാക്കി കളഞ്ഞു എന്ന് കോഡായിട്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ആർഗൺ, പൊട്ടാസ്യം, കാൽഷ്യം. ഇതിൻ്റെ കോഡ് വരുന്നത് എങ്ങനെയാണ്? 11ാമത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത് 11ൽ നിന്നാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. 11ാമത്തെ സോമൻ അല്ലു സിംഗിൻ്റെ ഫോസിൽ ക്ലോറിനെ 6 പൊട്ടാക്കി കളഞ്ഞു എന്ന് നമുക്ക് കോഡായി പഠിക്കാവുന്നതാണ്. കോഡുകളെല്ലാം നമ്മൾ പഠിക്കാൻ വേണ്ടി നമ്മളുടെ ഇഷ്ടത്തിന് നമ്മൾ സിമ്പിളായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ 2 കോഡുകൾ 20 മൂലകങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായി വരുന്നത് നമ്മൾ ഈ PSCയിൽ റിപ്പീറ്റായി ചോദിക്കുന്ന പല മൂലകങ്ങളുണ്ട്. 118 മൂലകങ്ങളിൽ ചില മൂലകങ്ങളെല്ലാം PSC റിപ്പീറ്റായി ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവയുടെ പ്രതീകങ്ങളും അവയുടെ ആറ്റോമിക് നമ്പറുകളുമാണ് നമ്മൾ പഠിക്കുന്നത്. ടൈറ്റാനിയമാണ് ആദ്യമായി വരുന്നത്. ടൈറ്റാനിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 22 ടൈറ്റാനിയം. അപ്പം നമുക്കത് പഠിക്കാനായിട്ട് എന്തെങ്കിലും ടൈ എന്ന് പറയുമ്പോൾ 2 I വരുന്നതാണ് അല്ലേ. അപ്പോൾ അതിൽ 2 I എന്നുള്ളപ്പോൾ 2 എന്ന് നമുക്ക് 22 പഠിക്കാം. അല്ലെങ്കിൽ ടൈറ്റ, അപ്പോൾ 2 T വരുന്നുണ്ട്. അങ്ങനെ നമുക്കത് പഠിക്കാം. 20 വരുന്ന സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയാണ്? 20 ആണ് അല്ലേ. 20. അപ്പോൾ അതിലും 22 എന്നുള്ള TT വരുന്നുണ്ട്. ആ രീതിക്ക് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാവുന്നത്. അത് മനസ്സിലാക്കി പഠിച്ചാൽ മതി. അടുത്തത് ടെക്നീഷ്യം 43 ആറ്റോമിക് നമ്പർ. ടെക്നീഷ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ 43. അപ്പോൾ ടൈറ്റാനിയത്തിന് മനസ്സിലായല്ലോ. ടെക്നീഷ്യം 43. ഇനി പ്ലാറ്റിനത്തിൻ്റെ 78 അതുപോലെ സ്വർണത്തിൻ്റെ 79 മെർക്കുറി 80 ആറ്റോമിക് നമ്പർ 80. ഇത് 3 പഠിക്കാനായിട്ട് 78ാമത്തെ പ്ലാറ്റിൽ സ്വർണ്ണ മാർക്ക് അതാണ്. പ്ലാറ്റിനും സ്വർണവും മെർക്കുറിയും പഠിക്കാനായിട്ട് നമുക്ക് 78ാമത്തെ പ്ലാറ്റിനം എന്നുള്ളത് പ്ലാറ്റിൽ നിന്ന് എടുക്കുന്നു. നമ്മൾ സ്വർണം എന്നുള്ളത് സ്വർണ്ണം തന്നെ എടുക്കുന്നു. മെർക്കുറി എന്നുള്ളത് മാർക്ക് നടക്കുന്നു. മെർക്കുറി എന്നുള്ളത് എന്ത് ചെയ്യുന്നു? മാർക്ക് നാക്കുന്നു. അപ്പോൾ 78ാമത്തെ പ്ലാറ്റിൽ സ്വർണ്ണ മാർക്ക് എന്ന് പ്ലാറ്റിനവും സ്വർണവും മെർക്കുറിയും നമുക്ക് കോഡായി പഠിക്കാൻ വന്നതാണ്. 78ാം പ്ലാറ്റിൽ 78ാമത്തെ, അപ്പോൾ അത് 78ാമത്തെ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് 78ാമത്തെ എന്ന് കൊടുത്തിരിക്കുന്നത്. 78ാമത്തെ പ്ലാറ്റിൽ സ്വർണ്ണ മാർക്ക്. ഓക്കെ അല്ലേ. അടുത്തതായിട്ട് ഐൻസ്റ്റീനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 99. ഫെർമിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 100. അതുപോലെ മെൻ്റലീവിയത്തിൻ്റെ 101. ഇത് 3 ഒന്നിച്ചാണ് പഠിക്കുന്നത്. ഐൻസ്റ്റീനിയം 99, ഫെർമിയം 100, മെൻ്റലീവിയം 101. അപ്പോൾ ഐൻസ്റ്റീൻ ഫെർമെൻ്റ് എന്ന് നമുക്ക് പഠിക്കാം. ഐൻസ്റ്റീൻ ഫെർമെൻ്റ് എന്ന് നമുക്ക് കോഡായിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ഐൻസ്റ്റീനിയത്തിൻ്റെ ഐൻസ്റ്റീൻ എന്നെടുക്കുന്നു, ഫെർമിയത്തിൻ്റെ ഫെർന്നെടുക്കുന്നു, മെൻ്റലീവിയത്തിൻ്റെ മെൻ്റ് എന്നെടുക്കുന്നു. ഓക്കെ, ഐൻസ്റ്റീൻ ഫെർമെൻ്റ് എന്ന് കോഡായിട്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ 99 ഐൻസ്റ്റീൻ ഫെർമെൻ്റ് എന്ന് നമുക്ക് പഠിക്കാം. കാരണം ആ 99 എന്ന അറ്റോമിക് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ്. 99 ഫെർമെൻ്റ് എന്ന് കോഡായി പഠിക്കാം. അതിലെ 3 മൂലകങ്ങളാണ് വരുന്നതെന്ന് ഓർക്കണം കേട്ടോ. 99 ഫെർമെൻ്റ് എന്ന് കോഡായി പഠിക്കാം. അപ്പോൾ ഇതുവരെയുള്ളത് ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ടൈറ്റാനിയം, ടെക്നീഷ്യം, പ്ലാറ്റിനം, സ്വർണം, മെർക്കുറി, ഐൻസ്റ്റീനിയം, ഫെർമിയം, മെൻ്റലീവിയം എന്നിവയെല്ലാം പഠിച്ചു കഴിഞ്ഞു. കോഡായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായി വരുന്നതാണ് നിഹോണിയം 113, മോസ്കോവിയം 115, ടെന്നിസൺ 117, ഒഗാനസോൺ 118. ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 4 മൂലകങ്ങളും 2016 IUPAC സംഘടന പേര് നൽകിയ മൂലകങ്ങളാണ്. 2016 ഇവയ്ക്ക് പേര് നൽകിയത്. മൂലകങ്ങൾക്ക് പേര് നൽകുന്ന സംഘടനയായ IUPAC അല്ലെങ്കിൽ IUPAC പേര് നൽകിയ മൂലകങ്ങളാണ് നിഹോണിയം, മോസ്കോവിയം, ടെന്നിസൺ, ഒഗാനസോൺ. അപ്പോൾ മൊത്തമായി മൂലകങ്ങളുള്ളത് 118 മൂലകങ്ങൾ. ആവർത്തന പട്ടികയിൽ 118 മൂലകങ്ങളാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ ലാസ്റ്റായി വരുന്നത് ഒഗാനസോണാണ്. ഈ മൂലകങ്ങളെല്ലാം നമുക്ക് പഠിക്കാനായിട്ട് ആറ്റോമിക് നമ്പർ ഒന്നിടവിട്ട് പഠിച്ചാൽ മതി. നിഹോണിയം 113, മോസ്കോവിയം 115,
ടെന്നിസൺ 117. അപ്പോൾ ലാസ്റ്റായി വരുന്നത് ഒഗാനസോൺ. അത് നമ്മളെന്തായാലും മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അറിയാവുന്നതാണ്. ഇതിൽ നിഹോണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിഹോണിയം കണ്ടുപിടിച്ചത് ജപ്പാനാണ്. ഏഷ്യൻ രാജ്യമായ ജപ്പാനാണ് നിഹോണിയം കണ്ടുപിടിച്ചത്. ഇതൊക്കെയാണ് ഈ മൂലകങ്ങളെക്കുറിച്ച് നമ്മൾ പ്രത്യേകമായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് മൂലകങ്ങളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. അടുത്തതായി നമ്മൾ IUPAC എന്ന് പറഞ്ഞല്ലോ, IUPAC അല്ലെങ്കിൽ IUPAC എന്ന് പറയുന്നത് പുതുതായി കണ്ടെത്തുന്ന മൂലകങ്ങൾക്ക് പേര് നൽകുന്ന അന്തർദേശീയ സ്ഥാപനമാണ് ഈ IUPAC എന്ന് പറയുന്നത്. IUPAC എന്ന് പറഞ്ഞാൽ എന്താണ്? പുതുതായി കണ്ടെത്തുന്ന മൂലകങ്ങൾക്ക് പേര് നൽകുന്ന അന്തർദേശീയ സ്ഥാപനമാണ് IUPAC അല്ലെങ്കിൽ IUPAC എന്ന് പറയുന്നത്. അതിൻ്റെ ആസ്ഥാനം വരുന്നത് എവിടെയാണ്? സൂറച്ച്, സ്വിറ്റ്സർലാൻഡിലെ സൂറച്ചിലാണ് IUPACയുടെ ആസ്ഥാനം വരുന്നത്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂലകങ്ങളുടെ ആധിക്യം മൂലം അല്ലെങ്കിൽ കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ്. മെർക്കുറിയുടെ ആധിക്യം മൂലമുണ്ടാകുന്ന രോഗമാണ് മീനാമാത രോഗം. ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, PSC മുമ്പ് ചോദിച്ചതാണ്. മെർക്കുറിയുടെ അതായത് ആധിക്യം മൂലമുണ്ടാകുന്ന രോഗം ഏതാണെന്ന്. മെർക്കുറിയുടെ ആധിക്യം മൂലമുണ്ടാകുന്നത് മീനാമാത രോഗമാണ്. ഇനി കാഡ്മിയത്തിൻ്റെ ആധിക്യം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഇത്തായി രോഗമാണ്. കാഡ്മിയത്തിൻ്റെ ആധിക്യം മൂലം ഉണ്ടാകുന്നത് ഏതാണ്? ഇത്തായി രോഗം. നമ്മൾ അതിൽ മുമ്പെല്ലാം PSC റിപ്പീറ്റ് ചോദിച്ച ചോദ്യങ്ങളാണ്. ലെഡിൻ്റെ ആധിക്യം മൂലം ഉണ്ടാകുന്നതാണ് പ്ലംബിസം. ലെഡിൻ്റെ ആധിക്യം മൂലം ഉണ്ടാകുന്ന രോഗം പ്ലംബിസമാണ്. അതുപോലെ സിലിക്കൻ്റെ ആധിക്യം മൂലം ഉണ്ടാകുന്ന രോഗം സിലിക്കോസിസ്. ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. സിലിക്കൻ്റെ ആധിക്യം മൂലം ഉണ്ടാകുന്നതാണ് സിലിക്കോസിസ് എന്ന രോഗമാണ്. ഫ്ലോറിൻ്റെ ആധിക്യം മൂലം ഉണ്ടാകുന്നത് ഫ്ലോറോസിസ് ആണ്. ഫ്ലോറിൻ്റെ ആധിക്യം മൂലം ഉണ്ടാകുന്നത് ഫ്ലോറോസിസ് എന്ന രോഗമാണ്. സിലിക്കണും ഫ്ലോറിനും നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സിലിക്കൻ്റെ ആണെങ്കിൽ സിലിക്കോസിസ് ആണ്, ഫ്ലോറിൻ്റെ ആണെങ്കിൽ ഫ്ലോറോസിസ് എന്ന്. അതായത് സിലിക്കൻ്റെ സിലിക്കോസിസ് എന്ന രോഗവും ഫ്ലോറിൻ്റെ ഫ്ലോറോസിസ് എന്ന രോഗവുമാണ്. മെർക്കുറിയുടെ മീനാമാത രോഗം, മെർക്കുറിയുടെ ആധിക്യം മൂലം മീനാമാത രോഗം. കാഡ്മിയത്തിൻ്റെ ആധിക്യം മൂലം ഇത്തായി എന്ന രോഗം. ലെഡിൻ്റെ ആധിക്യം മൂലം പ്ലംബിസം. സിലിക്കൻ്റെ ആധിക്യം മൂലം ഉണ്ടാകുന്നത് സിലിക്കോസിസ് എന്ന രോഗമാണ്. ഫ്ലോറിൻ്റെ ആധിക്യം മൂലം ഉണ്ടാകുന്നത് ഫ്ലൂറോസിസ് എന്ന രോഗമാണ്. അടുത്തതായി വരുന്നത് പൊട്ടാസ്യത്തിൻ്റെ ആധിക്യം മൂലം ഉണ്ടാകുന്ന രോഗമാണ്. പൊട്ടാസ്യത്തിൻ്റെ ആധിക്യം മൂലം ഉണ്ടാകുന്നത് ഹൈപ്പർ കലേമിയ എന്ന രോഗമാണ്. പൊട്ടാസ്യത്തിൻ്റെ കുറവ് മൂലം, ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നത് ഹൈപ്പോ കലേമിയ. പൊട്ടാസ്യം കൂടുന്നത് മൂലമുണ്ടാകുന്നതാണ് ഹൈപ്പറാണ് അല്ലേ. കൂടുമ്പോൾ ഹൈപ്പർ എന്നും കുറയുമ്പോൾ ഹൈപ്പോ എന്നും നമുക്ക് പഠിക്കാവുന്നതാണ്. പൊട്ടാസ്യത്തിൻ്റെ ആധിക്യം മൂലം ഉണ്ടാകുന്നത് ഹൈപ്പർ കലേമിയ എന്നും കുറവ് മൂലം ഉണ്ടാകുന്നത് ഹൈപ്പോ കലേമിയ എന്നും പഠിക്കാവുന്നതാണ്. അലുമിനിയത്തിൻ്റെ ആധിക്യം മൂലം ഉണ്ടാകുന്നത് അൾഷിമേഴ്സ് രോഗമാണ്. അലുമിനിയത്തിൻ്റെ ആധിക്യം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? അൾഷിമേഴ്സ് രോഗമാണ്. കോപ്പറിൻ്റെ ആധിക്യം മൂലമുണ്ടാകുന്നത് വിൽസൺസ് ഡിസീസാണ്. കോപ്പറിൻ്റെ ആധിക്യം മൂലമുണ്ടാകുന്നത് വിൽസൺസ് ഡിസീസ് എന്ന രോഗമാണ്. അതുപോലെ ആൾസനിക്കിൻ്റെ ആധിക്യം മൂലമുണ്ടാകുന്നത് ബ്ലാക്ക് ഫുട്ട് ഡിസീസാണ്. ആൾസനിക്കിൻ്റെ ആധിക്യം മൂലമുണ്ടാകുന്ന രോഗം ബ്ലാക്ക് ഫുട്ട് ഡിസീസാണ്. നൈട്രേറ്റിൻ്റെ ആധിക്യം മൂലമുണ്ടാകുന്ന രോഗം ബ്ലൂ ബേബി സിൻഡ്രോമാണ്. അതായത് നൈട്രേറ്റിൻ്റെ ആധിക്യം മൂലം കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന രോഗമാണ് ബ്ലൂ ബേബി സിൻഡ്രോം. നൈട്രേറ്റിൻ്റെ ആധിക്യം മൂലമുണ്ടാകുന്നത് ബ്ലൂ ബേബി സിൻഡ്രോമാണ്. ആൾസനിക്കിൻ്റെ ആധിക്യം മൂലമുണ്ടാകുന്നത് എന്താണ്? ബ്ലാക്ക് ഫുട്ട് ഡിസീസാണ്. മൂലകങ്ങളുടെ ആധിക്യം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി അടുത്തതായി വരുന്നത് ആകാശഗോളങ്ങളുമായി ബന്ധപ്പെട്ട് അവയുടെ നാമകരണം ചെയ്തിട്ടുള്ള മൂലകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ആകാശഗോളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേരുകൾ നൽകിയിട്ടുള്ള മൂലകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമായി വരുന്നത് ടെല്ലൂരിയം. ടെല്ലൂരിയത്തിൻ്റെ T എന്നാണ് പ്രതീകം വരുന്നത്. അത് ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു നാമകരണമാണ് ചെയ്തിരിക്കുന്നത്. അത് ടെല്ലസ് എന്ന് പറയുന്നത് ഭൂമിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു മൂലകമാണ് ഏത്? ടെല്ലൂരിയം എന്ന നാമകരണം ചെയ്തിട്ടുള്ളത് ഭൂമിയുമായി ബന്ധപ്പെട്ട മൂലകമാണ്. ഓക്കെ. അടുത്തതായി യുറേനിയം എന്ന് പറയുന്നത് യുറാനസുമായി ബന്ധപ്പെട്ടാണ്. പേരിൽ തന്നെ ഉണ്ടല്ലോ, യുറാനസുമായി ബന്ധപ്പെട്ട മൂലകമാണ് യുറേനിയം എന്നറിയപ്പെടുന്നത്. പ്രതീകം U ആണ്. അടുത്തതായി വരുന്നത് ഹീലിയമാണ്. ഹീലിയം എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. ഹീലിയത്തിൻ്റെ പ്രതീകം He ആണ്. സൂര്യനിൽ ഹൈഡ്രജൻ കഴിഞ്ഞാൽ അടുത്തതായി കൂടുതലുള്ളത് ഹീലിയമാണ്. അപ്പോൾ ആ ഹീലിയോസ് എന്നറിയപ്പെടുന്നത് സൂര്യനാണ്. ആ രീതിക്ക് നമുക്ക് മനസ്സിലാക്കി പഠിക്കാവുന്നതാണ്. ഹീലിയോസ് എന്നറിയപ്പെടുന്നത് സൂര്യനാണ്. അപ്പോൾ സൂര്യൻ്റെ പേരിൽ നാമകരണം ചെയ്തിട്ടുള്ള മൂലകം ഏതാണ്? ഹീലിയമാണ്. അപ്പോൾ He എന്നാണ് പ്രതീകമായി വരുന്നത്. ഓക്കെ അല്ലേ. ഇനി അടുത്തതായി വരുന്നത് സെലനിയമാണ്. സെലനിയത്തിൻ്റെ അതായത് സെലിൻ എന്ന അറിയപ്പെടുന്നത് ചന്ദ്രനാണ്. സെലിൻ എന്ന പേരിൽ സെലിൻ എന്ന് പറയുന്നത് ചന്ദ്രനാണ്. അപ്പോൾ ചന്ദ്രൻ്റെ പേരിൽ നാമകരണം ചെയ്തിരിക്കുന്നത് ഏതാണ്? സെലനിയം. അതിൻ്റെ പ്രതീകം Se ആണ്. സെലൻ എന്നറിയപ്പെടുന്നത് ചന്ദ്രനാണ്. ആകാശഗോളങ്ങളുമായി പേര് നൽകിയിട്ടുള്ള മൂലകങ്ങൾ 4 എണ്ണമാണ്. ടെല്ലൂരിയം T എന്ന പ്രതീകം ഭൂമിയുമായി ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ ടെല്ലസ് എന്ന് പറയുന്നത് ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. യുറേനിയത്തിൻ്റെ പ്രതീകം വരുന്നത് U ആണ്, യുറാനസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഹീലിയത്തിൻ്റെ He എന്നാണ് പ്രതീകം. ഹീലിയോസ് എന്നറിയപ്പെടുന്നത് സൂര്യനുമായി ബന്ധപ്പെട്ടതാണ്.
സെലനിയം എന്ന് പറയുന്നത് Sc ആണ് പ്രതീകം. സെലിൻ എന്നറിയപ്പെടുന്ന ചന്ദ്രനുമായി ബന്ധപ്പെട്ടാണ് അവർ പേര് നൽകിയിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.